സുജിത്ത്, ഇപ്പോൾ 4 പോലീസുകാർക്കാണ് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. സുജിത്ത് പറയുമ്പോൾ 5 പോലീസുകാർ ഇതിൽ പ്രതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത്രയും കാലം നീണ്ട പോരാട്ടത്തിനൊടുവിൽ പോലീസുകാരെ സംരക്ഷിക്കാനുള്ള കൃത്യമായ ശ്രമങ്ങൾ അത് ഉന്നതങ്ങളിൽ നിന്നടക്കം നടന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം വളരെ ചെറിയ നടപടികൾ എടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കാനുള്ള ശ്രമമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആരാണ് ഇത്തരത്തിൽ ഇങ്ങനെ പോലീസുകാരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്? പോലീസുകാരെ സംരക്ഷിക്കുന്നത് ഇപ്പോൾ എന്താ പറയാ, ഈ ഹരിശങ്കർ ഉൾപ്പെടെയുള്ള ഒരുവിധം ഉന്നതമായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഈ CCTV ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അന്ന് അവരെടുത്ത ഒരു നിലപാടൽ വളരെ നമുക്ക് നമ്മളെ ഒരു കബളിപ്പിക്കുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. ഒരു രീതിയിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് യാതൊരുവിധ അതിലൊരു പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ടായിട്ടില്ല. പോലീസ് തന്നെയാണ് ആദ്യമേ തന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് കാഴ്ച കൊണ്ടുപോയിരുന്നത്. പോലീസ് തന്നെയാണ് ഇതിന്റെ വേഗത കുറവ് സൃഷ്ടിച്ചിട്ടുള്ളത് ഓരോ കാര്യങ്ങൾക്കും. സുജിത്ത്, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നടപടികൾക്കൊക്കെ പ്രധാനമായിട്ടുള്ളത് CCTV ദൃശ്യങ്ങളാണ്. അപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ കിട്ടാനായിട്ട് വലിയ ഒരു പോരാട്ടം സുജിത്തിന് നടത്തേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇതിനിടയിൽ എപ്പോഴെങ്കിലും ആശങ്കയുണ്ടായിരുന്നു? അതായത് ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്കയുണ്ടായിരുന്നു? എന്തുകൊണ്ട് ആ ദൃശ്യങ്ങൾ ലഭിച്ചു എന്നുള്ളത് ശരിക്കും അത്ഭുതമാണ്. കാരണം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാൽ അത് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരമൊരു സംഭവം പുറത്തു വരണം എന്നുള്ളത് കൊണ്ടായിരിക്കണം ആ CCTV ദൃശ്യങ്ങൾ പോലും അങ്ങനെ ലഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു വലിയ പോരാട്ടമായിരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതാണ് നമ്മൾ ആദ്യമേ തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ നമ്മൾ തുടർ നടപടികൾ എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട്, അതിന് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ 20-ാം തീയതി ശേഷമൊക്കെ, ഏപ്രിൽ 20-ാം തീയതിക്ക് ശേഷമൊക്കെ ആയിട്ട് നമ്മൾ വിരാശം വെക്കേണ്ടായിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മറുപടി ഉണ്ടായിരുന്നു. അത് പ്രിസർവ് ചെയ്ത് വേണ്ട ഭാഗം സൂക്ഷിച്ചിട്ടുണ്ട് തന്നെയാണ് അന്നത്തെ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ വിവരാവകാശ കമ്മീഷൻ ആയിരുന്നു ശരിക്കും നമുക്ക് ഒരു ഊർജം, അതായത് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് ഓരോ തവണ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു വിവരാവകാശ കമ്മീഷൻ. പോലീസ് പരമാവധി അത് തരില്ല എന്നുള്ളൊരു മുടന്തൻ ന്യായങ്ങളായിരുന്നു ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ഒരു പോക്സോ കേസ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിഷ്വൽസ് തരാൻ നിർവാഹമില്ല അന്നത്തെ CI ആയിരുന്നിട്ടുള്ള ആള് പറയുണ്ടായി. അതിന്റെ ശേഷവും ഇതുപോലെ സംസ്ഥാനത്ത് ഒട്ടാകെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് റിമൂവ് ആയി പോയിന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഈ CI തന്നെ. പിന്നെ അതിന് ശേഷമാണ് ഇപ്പോ ഒരു 2 വർഷത്തിന് ശേഷം അതിപ്പോ വിധിയായി വന്നത്. കൊടുക്കണം, നമ്മൾ ആവശ്യപ്പെടുന്ന വിഷ്വൽസ് നമുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കൊടുക്കണം എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുജിത്ത്, ഇപ്പോൾ ഈ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നു, കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. ഒരുപക്ഷെ അത്തരം നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാനാണ് സുജിത്തിന്റെയും ഒപ്പം തന്നെ പാർട്ടിയുടെയും തീരുമാനം? തീർച്ചയായും പാർട്ടി പിന്തുണച്ചുകൊണ്ട് ഞങ്ങൾ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എന്നും നിരന്തരമായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക കേരളത്തിലെ ഒട്ടാകെ. അപ്പോ സോഷ്യൽ മീഡിയകളും നമ്മൾ ഓരോ ഇടുന്ന പോസ്റ്റിനെ വരെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഒരു വിഭാഗം മാത്രമാണ് അതിനെ പോലീസിനെ പിന്തുണച്ച് പറയുന്നത്. അത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു രാഷ്ട്രീയം കൂടിയിട്ടാണ് CPM തന്നെ. അല്ലാതെ വേറെ ഒരുവിധം എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. സുജിത്ത്, ഇതില് 4 പോലീസുകാർക്കെതിരെ നടപടി എടുത്തിരുന്നു. പിന്നീട് ശശിധരൻ എന്ന് പറഞ്ഞ പോലീസുകാരനെതിരെയൊക്കെ വ്യാപക പ്രതിഷേധ നിലയ്ക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കൂടെ നടപടി എടുക്കാനൊക്കെ ആദ്യം മുൻപ് നടപടി എടുത്തപ്പോഴൊക്കെ ഒഴിവാക്കി നിർത്തിയതൊക്കെ അതിലൊക്കെ തരത്തിൽ വലിയൊരു ഗൂഢാലോചന നടന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് CCTV ദൃശ്യത്തിൽ ശശിധരൻ തല്ലുന്നതായിട്ട് കാണുന്നില്ല. അതാവും പോലീസിനെ പറ്റിയിട്ടുണ്ടാവുക. അതായത് വിഷ്വൽസിൽ കാണുന്നില്ല. പക്ഷെ എന്നെ മകളിലേക്ക് കൊണ്ടുപോകുന്നതും അതുപോലെ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നെ ആദ്യം അടിക്കുന്നതും എല്ലാം ഈ ശശിധരൻ ഉൾപ്പെടെയാണ്. ശശിധരൻ സാറാണ് ശരിക്കും ഒരു ബ്രില്യന്റ് ഗുണ്ട എന്ന് തന്നെ വരെ പറയാം. കാരണം CCTV ഇല്ലാത്ത ദൃശ്യത്ത് പുറത്തേക്ക് വന്നിട്ട് നമ്മളെ തല്ലുന്നു. അതിനുശേഷം അങ്ങനെ ഓമനിച്ചുകൊണ്ട് തന്നെ കൊണ്ടുപോയി മുകളിൽ കൊണ്ടുപോയിട്ട് 5 പേര് കൂട്ടമായിട്ട് ഷോയർ ഉൾപ്പെടെ കൂട്ടമായിട്ട് തന്നെ തല്ലാണ് ഉണ്ടായിട്ടുള്ളത്. അതില് ശരിക്കും ഒരു പോലീസിന്റെ ഒരു ഗുണ്ട ശശിധരന്റെ ഒരു ബുദ്ധിയാണെന്ന് ഞാൻ പറയും. ശരി സുജിത്ത്, എന്തായാലും വളരെയധികം നന്ദി മീഡിയ വണ്ണൊപ്പം ചേർന്നതിനും താങ്കളുടെ അനുഭവം പങ്കുവച്ചതിനും. എന്തായാലും കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ മർദ്ദിക്കപ്പെട്ട സുജിത്താണ് അല്പസമയം മുൻപ് മീഡിയ വണ്ണൊപ്പം ചേർന്നത്. നിലവിലുള്ള സസ്പെൻഷൻ നടപടി മതിയാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് മറ്റ് തരം താഴ്ത്തൽ നടപടികൾ പോലും അംഗീകരിക്കാൻ കഴിയില്ല. സർവീസിൽ നിന്ന് പിരിച്ചുവിടുക പോലീസുകാരെ എന്നുള്ള ആവശ്യം മാത്രമാണ് ഇവർക്ക് മുൻപിലുള്ളത്. അത് നേടാൻ ഏതറ്റം വരെയും പ്രതിഷേധവുമായി പോകും. ഒപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും അതിനൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് കൂടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.